കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫേസ് പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ കിച്ചണിലുള്ള വളരെ പൈസ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാവുന്നതും പക്ഷെ ഒരുപാട് ചിലവ് ചെയ്ത് നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുമ്പോൾ കിട്ടാത്തതിലും വലിയ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കിനെ കുറിച്ചാണ്. ഇത് ഞാനൊരു അറബിക് ഫേസ് പാക്കിനെ കുറിച്ചാണ് പറയുന്നത്. അറബിക് എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാവുന്ന അറബിക് ഫ്രണ്ട്സുകൾ അവരുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാർ പ്രായമായവർ പറഞ്ഞു കൊടുത്ത ഒരു ഫേസ് പാക്കാണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. പക്ഷെ അവരത് ചെയ്തിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടും ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ റിസൾട്ടും കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ അത് പരിചയപ്പെടുത്തുന്നത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ പറയുന്ന ടോപ്പിക്ക് സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും കൂടി മറക്കരുത്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് നമുക്ക് 50+ ശേഷം നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടിയത് നമ്മുടെ ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാലോ. വൈറ്റമിൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ പൊട്ടറ്റോയ്ക്കകത്ത് ഒരു എൻസൈമുണ്ട്, കാറ്റക്കുലേസ് എന്ന് പറഞ്ഞൊരു എൻസൈമുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനേക്കാൾ ഒരു കൊളാജിൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻറ്റി ഓക്സിഡൻ്റാണ്. ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറയുമ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പല കാര്യങ്ങളെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇത് പഫ്നെസ്, ഡാർക്ക് സ്പോട്ട്, ഫൈൻ ലൈൻ, റിങ്കിൾസ് ഇതെല്ലാം മാറാനായിട്ട് പറ്റിയൊരു സാധനമാണ് നമ്മുടെ പൊട്ടറ്റോ. പിന്നെ നമുക്ക് വേണ്ടിയത് റൈസാണ്. റൈസിൻ്റെ ഗുണങ്ങൾ ഒരുപാട്, റൈസ് പാക്കുകളും റൈസിൻ്റെ വാട്ടർ അതിനെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. റൈസ് അതുപോലെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമുക്കൊരു ബ്രൈറ്റനും തരാനായിട്ടും വൈറ്റനിങ് തരാനായിട്ടും നല്ലൊരു സാധനമാണ് നമ്മുടെ റൈസ്. പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ്. ഹണി ശരിക്കും നല്ലൊരു മോയ്സ്ചറൈസറാണ് തരും നമ്മുടെ സ്കിന്നിന്. നല്ലൊരു എക്സ്ഫോളിയേറ്ററാണ്. നല്ലൊരു സ്മൂത്ത്നെസ്സും നല്ല സ്കിന്നൊന്ന് സോഫ്റ്റ് ആകാനും ഏറ്റവും ബെസ്റ്റാണ് ഹണി. ഇത് മൂന്നും വെച്ച് സത്യം പറഞ്ഞാൽ നമുക്ക് അവർ ചെയ്ത് കണ്ട മെത്തേഡ് വേറൊരു രീതിയിലായിരുന്നു ഞാൻ കണ്ടത്. സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് റൈസും പൊട്ടറ്റോ കൊണ്ട് നമ്മുടെ ഫേസ് പാക്ക് ഇടുന്ന കാണാം. പക്ഷെ അവരിട്ട് ഞാൻ കണ്ടതും എനിക്ക് ചെയ്തപ്പോഴും ശരിക്കും നല്ല മിറക്കിൾ റിസൾട്ട് കിട്ടിയത്. ഇതിലെടുത്ത് പറയുന്നത് ഈ പാക്ക് ഇട്ട് കഴിയുമ്പോഴത്തേനും ശരിക്കും നമ്മളൊരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ 1 ദിവസം അല്ലെ 2 ദിവസം കൊണ്ട് വരും. പക്ഷെ നമ്മുടെ ഈ കറുത്ത ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് അതിൻ്റെ കറുത്ത പാടുകളൊക്കെ നമ്മുടെ ഫേസിലെ ചെറിയ ചെറിയ കുത്തുകൾ, പാടുകളൊക്കെ പോകാനായിട്ട് ഏറ്റവും ബെസ്റ്റാണിത്. മനസ്സിലായോ? നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മീഡിയം പൊട്ടറ്റോ എടുക്കുക. ഒത്തിരി വലുത് വേണ്ട. ഒരു മീഡിയം പൊട്ടറ്റോ എടുത്ത് നല്ലതായിട്ട് കഴുകിയിട്ട് തോല് കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു 2 സ്പൂൺ റൈസും കൂടെ, നമുക്ക് ഏതാണോ നമ്മുടെ വീട്ടിലുള്ളത് എന്ന് വെച്ചാൽ പച്ചരിയോ ബസുമതി റൈസോ എന്താണെന്ന് വെച്ചാൽ അത് കഴുകിയിട്ട് ഒരു 2 സ്പൂൺ അരിയും കൂടി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് ഇത് രണ്ടും ശരിക്കും നല്ലതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. എനിക്ക് തോന്നുന്നു ഈ ബോയിൽ ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ നോർമൽ പൊട്ടറ്റോയുടെ ജ്യൂസ് തേക്കുന്നതിനെക്കാട്ടിലും ശരിക്കും നമുക്ക് നല്ലൊരു ബ്രൈറ്റ്നെസ് തരാനായിട്ട് ഇതിന് സാധിക്കും. ഇതിൻ്റെ സ്ഥിരമായ ഉപയോഗം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതിനേക്കാൾ ഉപരി നമ്മുടെ സ്കിന്നൊന്ന് ഈവൻ സ്കിന്നാക്കി തരും. നമ്മുടെ പാടുകൾ പോകാനും പഫ്നെസ് പോകാനും ഒക്കെ ശരിക്കും നമ്മളെ അത് സഹായിക്കും. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി നല്ലപോലെ ബോയിൽ ചെയ്തിട്ട് അതിനുശേഷം തണുത്തതിന് ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം
നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമായത് എടുത്തിട്ട് ഇത് ഒരാഴ്ച വരെ, ഒരു 7 days വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ കേടുകൂടാതെ ഇരിക്കും. ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇട്ടാലും ശരിക്കും നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ആവശ്യമായ ഈ പേസ്റ്റ് എടുത്തിട്ട് പൊട്ടറ്റോയുടെയും റൈസിൻ്റെയും പേസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലും നെക്കിലും ഇട്ട് കൊടുക്കണം. ഏതൊരു പുതിയ പായ്ക്കാണെങ്കിലും നമ്മൾ ഇടുന്നതിന് മുമ്പൊന്ന് സ്കിൻ അലർജി ടെസ്റ്റ് നടത്തണം. മനസ്സിലായോ? അത് നമുക്കൊരു ശകലം പീസ് എടുത്തിട്ട് ഒന്നുകിൽ നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ ആയിട്ടോ അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ടോ എവിടെയെങ്കിലും ഇവിടെ താടിയുടെ അടിയിൽ ഭാഗത്തായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് അലർജി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമുക്കത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ഒരു ശകലം എടുത്തിട്ട് നമുക്ക് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും ഒന്ന് മസാജ് ചെയ്തിട്ട് നല്ല തിക്കായിട്ട് ഈ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 15 to 20 മിനിറ്റിന് ശേഷം നല്ലതായിട്ട് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മുടെ ഫേസ് നല്ല വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഒരു കൂളിങ്, നല്ല ഇച്ചിരി തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്ററാണ് ഈ പായ്ക്ക്. തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്തതിന് ശേഷം ശരിക്കും വാഷ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിന് അതൊരു മോയ്സ്ചറൈസർ ക്രീം, എന്തെങ്കിലും ഒരു ക്രീം നമുക്ക് ഇട്ട് കൊടുക്കണം. മനസ്സിലായോ? അപ്പം നമ്മളിന്ന് പറഞ്ഞത് ശരിക്കും എനിക്ക് അറിയാവുന്ന ഒരു ഫാമിലിയിൽ, അറബിക് ഫാമിലിയിൽ അവരിട്ട് കണ്ട് ശേഷം കുറേ നാളുകൾക്ക് മുമ്പ് അപ്പോഴേ ഞാനിത് നോട്ട് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് എനിക്ക് ഉപയോഗിച്ചിട്ട് അതുപോലെ റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കും കൂടെ അത് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മൾ എൻ്റെ അനുഭവത്തിൽ ഫ്രഷ് പൊട്ടറ്റോ ഇടുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് നമ്മളിത് ബോയിൽ ചെയ്തിട്ടിട്ടപ്പോൾ ശരിക്കും നമുക്ക് അത് നമ്മുടെ ഫേസിൽ നല്ല ഒരു മാറ്റമാണ് 7 days കൊണ്ട് നമുക്ക് തരുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.